മനുഷ്യന്റെ മൂത്രം ഉപയോഗിച്ചിട്ടാണ് തീപ്പെട്ടി കണ്ടുപിടിച്ചതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, പക്ഷെ സത്യം അതാണ്. എന്താ കാര്യം ഞാൻ പറയാം. ഇത് പറയാനായിട്ട് കുറച്ചു കാലം പുറകോട്ട് നമുക്ക് പോവാം. പണ്ട് കാലത്ത് എന്തായിരുന്നു നമ്മുടെ അവസ്ഥ? വഴിവെക്കിലൊക്കെ ലൈറ്റ് ഉണ്ടായിരുന്ന? എന്തിനാ പണ്ട് കാലത്തേക്ക് പോണല്ലേ? ഇപ്പൊ തന്നെ ചില സ്ഥലങ്ങളിലൊന്നും ലൈറ്റ് ഇല്ല. കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ചില ഉള്ളേരിയയിലൊന്നും ലൈറ്റ് ഇല്ല. ലൈറ്റ് പോയിട്ട് ആകാശത്ത് ചന്ദ്രേട്ടനെ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് ചില സ്ഥലങ്ങളിലൊക്കെ. അത്രയും കൂര ഇരുട്ടായിരിക്കും. പണ്ട് കാലങ്ങളിലാണെങ്കിൽ ഒട്ടും ലൈറ്റ് ഇല്ല. പണ്ട് രാത്രി പുറത്തിറങ്ങുന്നവർക്ക് വെളിച്ചം കിട്ടണമെങ്കിൽ എന്ത് വേണം? തീ വേണ്ടേ? തീ വേണം. തീ ഇല്ലെങ്കിൽ വെളിച്ചം ഉണ്ടാവില്ല. തണുപ്പിൽ നിന്ന് രക്ഷ നേടാനും ഭക്ഷണം പാകം ചെയ്യാനും കാട്ടുമൃഗങ്ങളെ പേടിപ്പിച്ച് ഓടിക്കാനൊക്കെ തീ അത്യാവശ്യമായിരുന്നു. രണ്ട് കല്ലുകൾ തമ്മിൽ മണിക്കൂറോളം ഉരസിയിട്ടും അതുപോലെ തന്നെ മരക്കഷ്ണങ്ങൾ തമ്മിൽ ശക്തിയായിട്ട് ഉരച്ചിട്ടൊക്കെയാണ് ഈ തീപ്പൊരി അവർ ഉണ്ടാക്കിയത്. അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു തീപ്പൊരി ഉണ്ടാക്കിയത്. എന്തൊക്കെ കഷ്ടപ്പാടായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ. ഇന്ന് തീപ്പെട്ടി ഉരയ്ക്കാൻ മടിയായിട്ട് നമ്മള് സ്വിച്ച് ഇട്ട കത്തണ ലൈറ്റർ വരെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഇപ്പോൾ തീ ഉണ്ടാക്കാൻ അതിന് നൂതനമായിട്ടുള്ള പരിപാടികൾ വേറെ ഉണ്ട്. അതുപോലെ പണ്ട് കാലത്ത് അതിനേക്കാൾ വലിയ കഷ്ടപ്പാടായിരുന്നു ഉരച്ചുണ്ടാക്കിയ തീ അണഞ്ഞു പോകാതെ അത് കെടാണ്ട് സൂക്ഷിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് കുറെ ആൾക്കാർ നല്ല പണിയെടുത്തിണ്ടായിരുന്നു. അതായത് ചില ആൾക്കാർ ഉറങ്ങാണ്ട് ആ തീ കെടാണ്ട് കാത്തിരുന്നു, തീ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട്. അങ്ങനെയാണ് ആളുകള് തീ ഉണ്ടാക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാനുള്ള ഒരു മാർഗം അന്വേഷിച്ചു തുടങ്ങിയത്. ഹെന്നിക് ബ്രാൻഡ് എന്നൊരു ജർമ്മൻകാരുണ്ടായിരുന്നു. പേര് പറയത്തിൽ ബുദ്ധിമുട്ടുണ്ടല്ലേ? ഹെന്നിക് ബ്രാൻഡ്. ഓരോ വെറൈറ്റി പേരുകൾ. ഒരു ആൽക്കമിസ്റ്റ് ആയിരുന്നു അയാള്. അതായത് സാധാരണ ലോഹങ്ങളെ സ്വർണ്ണമാക്കി മാറ്റാനുള്ള പരിപാടിയാണ് ആൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിനു വേണ്ടിയിട്ട് അയാൾ ഒരു വിചിത്രമായിട്ടുള്ള എക്സ്പെരിമെന്റ് നടത്തി, പരീക്ഷണം നടത്തി. മനുഷ്യന്റെ മൂത്രം ഉപയോഗിച്ചിട്ട്, കേൾക്കണട്ടാ, മനുഷ്യന്റെ മൂത്രം ഉപയോഗിച്ചിട്ട് ഗഡിമോൻ ഈ പരീക്ഷണ പരിപാടി നടത്തുന്നത്. ഇയാള് ആയിരക്കണക്കിന് ലിറ്റർ മൂത്രം ശേഖരിച്ചു. എവിടെ നിന്നാണോ ഇയാൾ ഈ മൂത്രമൊക്കെ അങ്ങനെ ശേഖരിച്ചിട്ട് അത് വറ്റിച്ച് കുറുക്കി പലതരം പരീക്ഷണങ്ങൾക്കൊടുവിൽ സ്വർണത്തിന് പകരം അയാള് മെഴുക് പോലെയുള്ള ഒരു വെളുത്ത വസ്തുവാണ് ഉണ്ടാക്കിയത്. സ്വർണ്ണം ഉണ്ടാക്കാൻ നോക്കിയിട്ട് മെഴുക് പോലെ വെളുത്തൊരു വസ്തുവാണ് ആൾക്ക് ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടിയിട്ട്. അതിനൊരു പ്രത്യേകത കഴിവുണ്ടായിരുന്നു. ഇരുട്ടത്ത് ഒരു പച്ച നിറത്തിൽ അത് പ്രകാശിക്കും. പ്രകാശം വഹിക്കുന്നവൻ എന്നർത്ഥം വരുന്ന ഫോസ്ഫറസ് എന്ന് അയാൾ അതിന് പേരിട്ടു. വർഷങ്ങൾക്ക് ശേഷം തീപ്പെട്ടി നിർമ്മിക്കുന്നവരെ ഈ ഫോസ്ഫറസിനെ പറ്റി അറിഞ്ഞു. ഇത് തീപ്പെട്ടിക്കൊള്ളിയുടെ തലപ്പത്ത് ചേർത്താൽ വളരെ എളുപ്പത്തിൽ കത്തുമെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ വെളുത്ത ഫോസ്ഫറസ് ഉപയോഗിച്ചുള്ള തീപ്പെട്ടികൾ വിപണിയിൽ വന്നു. ആളുകൾക്ക് ഇത് വലിയ സൗകര്യമായി. പക്ഷേ ആ സൗകര്യത്തിന് പിന്നിൽ വേറൊരു ദുരന്തം ഉണ്ടായിരുന്നു. മൊത്തം ദുരന്തപ്പെട്ടിട്ടുള്ള ഒരു കളിയില് പഴയ ആൾക്കാർക്ക്. ഈ വെളുത്ത ഫോസ്ഫറസ് വളരെ ടോക്സിക് ആയിരുന്നു. അതായത് വിഷമുള്ള ഒന്നായിരുന്നു. അപ്പൊ ഇത് നിർമ്മിക്കുന്ന ഫാക്ടറികളിലെ വർക്കേഴ്സിന് എന്താ പറ്റുക? പ്രത്യേകിച്ച് കുട്ടികൾക്കും സ്ത്രീകൾക്കും പോസിജോ എന്നൊരു രോഗം വന്നു തുടങ്ങി. ആ വിഷപ്പൊക്കെ സ്ഥിരമായി ശ്വസിക്കുന്നവരുടെ താടിയലുകൾ അഴുകി തുടങ്ങി, പല്ലുകൾ കൊഴിഞ്ഞുപോയി, മുഖം വികൃതമായി. ഒരുപാട് പേർ വേദന തിന്ന് മരിച്ചു. ഒരു കൊച്ചു തീപ്പെട്ടിക്കൊള്ളിക്ക് വേണ്ടി ഒരുപാട് ജീവിതങ്ങൾ നശിച്ചുപോയി.